നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിഷമിക്കുന്നത് എന്തിൻ്റെ വേണ്ടിയിട്ടാണെന്ന് അറിയുമോ? ഇല്ല, വേറെ ഒരുപാട് ടെൻഷനുണ്ട്, ജീവിതത്തിൽ ഒരുപാട് ടെൻഷനും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് നമ്മുടെ സ്കിൻ സംബന്ധമായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിഷമിക്കുന്ന ഒരു കാര്യമുണ്ട്: ഹെയർ ഫാൾ, മുടി കൊഴിച്ചിൽ. ഞാൻ ഡോക്ടർ രാജേഷ് നായർ, സ്കിൻ കെയർ സ്പെഷ്യാലിറ്റി സെൻറ്റർ, കുമാരപുരം. ഒത്തിരി പേര് വന്ന് പറയുന്നുണ്ട്, ഡോക്ടർ എൻ്റെ മുടി പോകുന്നു, ഞാനിങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ മുട്ടയാവും, എനിക്ക് മുടിയില്ല, ഞാൻ വയസ്സായി പോകുന്നു, എൻ്റെ ഗ്ലാമർ പോകുന്നു. ഇതാണ് ഞങ്ങൾ ഡെർമറ്റോളജിസ്റ്റ് സ്ഥിരമായിട്ട് കേൾക്കുന്ന, ഡെയിലി ഒരു 50 പേരെങ്കിലും ഞങ്ങൾക്ക് വന്ന് ഈ പ്രോബ്ലം പറയുന്നുണ്ട്. ശരിയാണ്, ഹെയർ പോയി കഴിഞ്ഞാൽ ഹെയർ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. സ്ട്രെസ് ഉണ്ട്, ഡെഫിനറ്റ്ലി നമ്മൾ ഈ ലൈഫിൽ സ്ട്രെസ് കൊണ്ടാണ് നമുക്ക് ഈ മുടി പൊഴിച്ചിൽ ഉണ്ടാവുന്നത്. ഫിസിക്കൽ മെൻ്റൽ സ്ട്രെയിനാണ് നമ്മുടെ ഹെയർ ഫാളിന് മേജർ കോസ്. അപ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്താലും നമുക്ക് പൊഴിച്ചിൽ നിർത്താം. അത് കുറച്ച് മൾട്ടി വൈറ്റമിൻസ്, നമ്മുടെ സ്ട്രെസ്സ് മാക്സിമം ഒഴിവാക്കി, നമുക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് ഹെയർ ഫാൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ പോയ ഹെയർ, അതായത് നമുക്കൊരു ബാൽ പാച്ച് വന്നു, അവിടെ മുടി പോയി, അതിനെ തിരിച്ചെങ്ങനെ എടുക്കാൻ പറ്റും? അത് ചിലപ്പോൾ പലപ്പോഴും നമ്മുടെ ക്രീംസിൽ ഒന്നും അല്ലെങ്കിൽ ലോഷൻസ്, ടാബ്ലറ്റ് കൊടുത്താൽ തിരിച്ച് അത്രയും ഒരു ഗ്രോത്ത് വരത്തില്ല. അപ്പോൾ അതിനൊരു ഓപ്ഷൻ 1 നമ്മുടെ GFC PRP എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതായത് നമ്മുടെ ബ്ലഡ് എടുത്തിട്ട് അത് ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് once in a month വെച്ച് ഒരു 6 times ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഒരു 20 to 30% വരെ ഗ്രോത്ത് വരും. പക്ഷേ അത് കുറച്ച് പെയിൻഫുള്ളാണ്, സമയമെടുക്കുന്നതാണ്, കുറച്ച് എക്സ്പെർട്ടൈസ് വേണം, ഇതൊക്കെ വേണം. അപ്പം ഇപ്പോഴത്തെ നൂതനമായ ചികിത്സ, അതായത് സ്കിൻ കെയർ സെൻറ്ററിൽ ഞങ്ങൾ യൂസ് ചെയ്യുന്നതും ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു നല്ലൊരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ കാണുന്നത്, നമുക്ക് ഒത്തിരി പേര് നമ്മൾ ജൂൺ മുതൽ ഓൾമോസ്റ്റ് ഒരു 6 months ആയി നമ്മളിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നു. നല്ല റിസൾട്ടാണ്. ഇതാണ് റെഡ് ടച്ച് ലേസർ. നമ്മളിപ്പോൾ കാണിച്ചു തന്ന റെഡ് ടച്ച് ലേസർ എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റാലിയൻ മെഷീനാണ്, ഇറ്റാലിയൻ ലേസറാണ്. ഇത് ചെയ്യുന്ന ഒരു റെഡ് ലൈറ്റ് തെറാപ്പിയാണ്. അതായത് once in 10 days അല്ലെങ്കിൽ once in 2 weeks വെച്ചിട്ട് നമ്മൾ ഈ ലൈറ്റ് ചെറുതായിട്ട് സ്കാൽപ്പിൽ കൊടുക്കുന്നു. എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് നമ്മുടെ ഹെയർ ഫോളിക്കലിൽ ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഹെയർ വരുന്നു, ഗ്രോത്ത് ഉണ്ടാവുന്നു, നിറയുന്നു. റെഡ് ടച്ച് ലേസറിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, പെയിനില്ല, വേഗം ചെയ്തു, 15 minutes ആണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ടൈം. വന്ന് ചെയ്തിട്ട് പോവാം, ഇമ്മീഡിയറ്റ്ലി നമുക്ക് ബാക്ക് ടു വർക്കിന് പോവാം. പക്ഷേ ഇത് ഒറ്റ ടൈം 1 ട്രീറ്റ്മെൻ്റ് അല്ല. കാരണം ഇത് once in 10 days അല്ലെങ്കിൽ once in 2 weeks വെച്ച് ഒരു 8 to 10 sessions വന്നാലേ മുടി വളരുള്ളൂ. എന്താ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ലൈറ്റ് അടിക്കുമ്പോൾ ഹെയർ സ്റ്റിമുലേറ്റ് ചെയ്താലും ഇറ്റ്സ് 1/2 inch per month ആണ് ഹെയറിൻ്റെ ഗ്രോത്ത്. ഒരു ഹെയർ ഫുൾനെസ് സ്കാൽപ്പിൽ വരണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 months എടുക്കും. ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗം? ഒന്ന്, യങ് ആൾക്കാർക്ക്, അതായത് 18 to 30, ഒരു യങ് ജനറേഷനാണ് കൂടുതലും വരുന്നത്. അപ്പോൾ ഇവർക്ക് ഒരു തിന്നിങ് ആണ്, കുറച്ച് സ്കാൽപ്പ് കാണാൻ പറ്റും, തിന്നിങ്. അവർക്ക് വളരെയധികം ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം തിക്നെസ് വരുന്നു, നമ്മുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുന്നു. 2, സ്ത്രീകൾക്ക് ഒരു 30 to 50 ഏജ് ഗ്രൂപ്പിൽ ഒത്തിരി ഈ ഫ്രണ്ടിൽ നല്ല തിന്നിങ് വരുന്നുണ്ട്. അപ്പോൾ അതൊരു കോൺഫിഡൻസിനെ ബാധിക്കുന്നു, അവർക്ക് നല്ല ചേഞ്ച് വരുന്നുണ്ട്. ബാൽനെസ് ഒത്തിരി ഉള്ളവർക്ക് ഇത് ഫലപ്രദമല്ല, അവർക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് തന്നെ പറ്റത്തുള്ളൂ. പക്ഷേ ഇത് നല്ലൊരു നൂതന ചികിത്സയാണ്. ഞങ്ങളുടെ സെൻറ്ററിൽ ഇതിപ്പോൾ അവൈലബിൾ ആണ്. വെരി എഫക്റ്റീവ്. ഒരു ഫീഡ്ബാക്കാണ് പേഷ്യൻസിന്, നമ്മുടെ ക്ലയൻസിന് കിട്ടുന്നത്. എല്ലാവരും തന്നെ നല്ല ഹാപ്പിയാണ്. അപ്പോൾ റെഡ് ടച്ച് ലേസറാണ് ഇനി ഉള്ള കാലങ്ങളിൽ ഒരു നൂതന ട്രീറ്റ്മെൻറ്റ് എന്ന് തന്നെ പറയാം ഹെയർ ഗ്രോത്തിന്. ഓക്കെ, താങ്ക് യു.